ഹലോ ഗായ്സ്, ഞാൻ പിന്നെ ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു തട്ടിക്കൂട്ട് പണി. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ തുറന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പാനിപൂരിയാണ്. അപ്പോൾ നമ്മൾ പാനിപൂരിയുടെ ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൽ കുറേ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് ഞാൻ തുറന്നിട്ട് എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് തുറന്നപ്പോൾ തന്നെ നമുക്ക് പാനിപൂരി ഉണ്ടാക്കാനുള്ള ആ ഒരു പൂരി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തുറന്നപ്പോൾ നമ്മുടെ ആ പച്ച വെള്ളം പോലത്തെ സാധനം ഉണ്ടല്ലോ, മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ സാധനം കിട്ടി. അപ്പോൾ അത് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ തുറന്നപ്പോൾ ഒരു ചട്നി പോലത്തെ സാധനം കിട്ടി. ആദ്യം സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഞാൻ ഒന്നും കൂടി സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ വലിയ സുഖം തോന്നിയില്ല. പിന്നെ പോട്ടെ. അങ്ങനെ നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു. പിന്നെ പാനിപൂരി നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്തു. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തു. അതിലേക്ക് സവോളയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തു. പിന്നെ അവരുടെ ഒരു ചാറ്റ് മസാല പോലത്തെ ഒരു മസാല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആദ്യം ഒരു ഷോക്കി ഫോർക്കൊക്കെ എടുത്തു. പിന്നെ ഞാനത് ഉപേക്ഷിച്ചു ഗൈസ്. ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ പിന്നെയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നന്നായിട്ടതിങ്ങനെ മിക്സ് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതിൽ നിന്നൊരു പാനിപൂരി എടുത്തിട്ട് അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് മിക്സ് അതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ചട്നി ഇട്ട് കഴിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ പാനിപൂരി എന്നുള്ളത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി ഹൈജീനിക് ആവും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. സൂപ്പറാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.